ഞാൻ ആദ്യമായി ടെസ്റ്റ് ചെയ്ത് SLK എന്ന് പറയുന്ന AMG ട്യൂൺ വേരിയന്റ് SLK 55 ആയിരുന്നു. എന്നാൽ ഈ SLK 200 ഡ്രൈവ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. കാരണം ദാറ്റ് വാസ് എ ബോംബ് ഷെൽ, ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. ബട്ട് ദിസ് വൺ ഈസ് വെരി മൈൽഡ് ആൻഡ് ക്വൈറ്റ് ടൈപ്പ് ഓഫ് കാർ. ഒരു സ്പോർട്സ് കാർ ആണെങ്കിൽ കൂടി SLK 55 കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി സൈലന്റ് കാർ ആൻഡ് ഇറ്റ്സ് എ വെരി മൈൽഡ് ഓൾസോ. ബട്ട് ഒരു ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാർ വേണം എന്നുള്ള രീതിയിൽ ഒരു 50 lakh ബഡ്ജറ്റിൽ വാങ്ങുന്നുണ്ടെങ്കിൽ യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ്. ബിക്കോസ് ഈ 200 ആണെങ്കിൽ കൂടി 178 bhp അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം ഈ ഇത്ര ഒരു ബോഡി വെയിറ്റ് ഉള്ളത് കൊണ്ട്, ഐ മീൻ അത്ര ബോഡി വെയിറ്റേ ഉള്ളൂ, അതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് ഇതിനെ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ 220 Nm ടോർക്ക് ഓൾസോ ഇസ് നോട്ട് വെരി ബാഡ്. ബട്ട് നമ്മളിപ്പോൾ ഒരു ഹൈ പെർഫോമൻസ് കാർ ആയിട്ട് ഇത് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ബൈ. ആൻഡ് മോർ ഓഫ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ സിറ്റി കാർ. കാരണം ഒരു ചെറിയൊരു കാറ് കൊണ്ടുനടക്കുന്ന ഒരു ലാഭത്തോടെ ഇത് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ പൂനെ സിറ്റിയിൽ നിന്നല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ വിൽ ഫീൽ വെരി കംഫർട്ടബിൾ. കാരണം ഒരു ചെറിയ കാർ കൊണ്ടുനടക്കുന്ന രീതിയിൽ കൊണ്ടുനടക്കാം. ബട്ട് ഇറ്റ്സ് ഓൺലി 2 seater. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ ഒരു സാധാരണ സ്പോർട്സ് കാർ വേണം, ബട്ട് ഇറ്റ് ഷുഡ് ബി അഫോർഡബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി മൈൽഡ് ഓൾസോ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ SLK 200 ഇറ്റ്സ് എ വെരി ഗുഡ് ബൈ. ആൻഡ് വാട്ട് ഐ ഫെൽറ്റ് ഈസ്, ഇപ്പം നമ്മളിപ്പം എക്സ്പ്രസ് ഹൈവേ പോലുള്ള നല്ല സ്ട്രേറ്റ് സ്ട്രെച്ചിൽ വരുമ്പോൾ വി ക്യാൻ ക്യാച്ച് അപ്പ് ടു ഇറ്റ്സ് മാക്സിമം. അതായത് ഇതിന്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 215 km/h ആണ്. ആൻഡ് ഐ ഹാഡ് അച്ചീവ്ഡ് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് അതൊരു ലാഗോ കാര്യമൊന്നും ഇല്ലാതെ തന്നെ വിൽ ഫീൽ ഇറ്റ്സ് നോട്ട് ആൻ അണ്ടർ പവർഡ് കാർ. ബട്ട് യു വോണ്ട് ഫീൽ ദാറ്റ് എക്സൈറ്റ്മെന്റ് ഓഫ് എൻ AMG. അതാണ് എനിക്ക് ഇതിൽ മനസ്സിലായിട്ടില്ല. ആൻഡ് സെക്കൻഡ് തിങ് ഐ എൻജോയ്ഡ് ഇസ് ദ accessibility ഓഫ് ദ കാർ. കാരണം ഒരു വളരെ ലോ ആയിട്ടൊന്നും ഇല്ലാതെ സീറ്റ് ആയതുകൊണ്ട് കയറാൻ ഇറങ്ങാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള. സോ ഫോർ എ ബിഗിനേഴ്സ് ആൻഡ് ഓൾ ദേ വോണ്ട് ബി ഡിസപ്പോയിന്റഡ്. പിന്നെ വേറൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ള ഇതിന്റെ സ്പീഡ് സെൻസിറ്റീവ് സ്റ്റിയറിംഗ് ആണ്. കാരണം അധികം ലെങ്ത്തും വെയിറ്റും ഇല്ലാത്തതുകൊണ്ട് വി വോണ്ട് ഫീൽ ദാറ്റ് ഹാർഡ്നെസ് ഓഫ് എ ഹാർഡ് സ്റ്റിയറിംഗ്. ബട്ട് സിറ്റി ഡ്രൈവിലെല്ലാം തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ ആൻ അഡ്വാൻറ്റേജ്. പിന്നെ സ്റ്റിയറിംഗിനോട് ചേർന്നിട്ടുള്ള പെഡൽ ഷിഫ്റ്റും നമുക്കിപ്പോൾ മാനുവലി യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഓൾസോ സ്റ്റാൻഡേർഡ് ഫീച്ചർ. അതും നമുക്കൊരു അട്രാക്ഷൻ ആയി തോന്നുന്നുണ്ട്. ബട്ട് ഐ വുഡ് ഹാവ് പ്രിഫേർഡ് ദ 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ഓവർ ദിസ് 5-speed ഓട്ടോ ട്രാൻസ്മിഷൻ. കാരണം ഇറ്റ് ഫീൽ എ ബിറ്റ് ലാഗ്, അല്ലെങ്കിൽ കുറച്ചൊരു ഡിലേ ഉണ്ട് ഇതിന് റിയാക്ട് ചെയ്യാൻ. മേ ബി ബിക്കോസ് ഇൻ ഓൾഡ് ടെക്നോളജി. കാരണം ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് 7G ട്രോണിക് അല്ല ഇതിലുള്ള. ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ എഞ്ചിൻ, അത് കോപ്പ് ചെയ്യാൻ പറ്റില്ല ഈ എഞ്ചിന്. സോ ദാറ്റ് ദേ ആർ യൂസിങ് ദ 5-speed ഓട്ടോ ട്രാൻസ്മിഷൻ. ബട്ട് ഇതിലൊരു ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പല മാർക്കറ്റിലും കൊടുക്കുന്ന 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ആൻഡ് ഫ്രം വാട്ട് ഐ റെഡ് ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്സ് എ വെരി റെസ്പോൺസീവ് ഗിയർ ബോക്സ്. Otherwise everything is very satisfactory and for a budget of 50 lakhs it's a very good buy. എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിലുള്ള സ്പോർട്സ് കാർസിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ബൈ. കാരണം ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒരു ബിഗിനേഴ്സ് കാറെല്ലായിട്ട് ഒരു സ്പോർട്സ് കാർ ആയിട്ട് കാണുകയാണെങ്കിൽ ഇതുകൊണ്ട് വേറൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവില്ല. ബട്ട് ഓൺലി തിങ് ഈസ് ദിസ് ജനറേഷൻ ഈസ് ഇൻ ദ എൻഡ് സ്റ്റേജ്. കാരണം പുതിയൊരു ജനറേഷൻ, ന്യൂ ജനറേഷൻസ് കമ്മിങ് അപ്പ് 2011. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഫ് യു വാണ്ട് ടു വെയിറ്റ് ഇറ്റ്സ് ബെറ്റർ ടു വെയിറ്റ് ഫോർ ദാറ്റ്. കാരണം ഇപ്പോഴത്തെ ഒരു ഇൻസ്പിറേഷൻ, നേരത്തെ ഇതിൽ SLR ആണെങ്കിൽ ഇന്നത്തെ SLS AMG ഇൻസ്പിറേഷനിലാണ് പുതിയ ഡിസൈൻ വരുന്നത്. സോ ദാറ്റ്സ് an another advantage. So if you can wait, it's better to wait for that. So to conclude, I think if you want a sports car,